ആരാധന. ഹല്ലേലൂയ. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നതു ചെയ്തിടും. ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നതു ചെയ്തിടും. ജീവിതം ധന്യമായി തീർന്നിടും. എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. രോഗമുള്ളിടത്തെല്ലാം കൈകൾ വെച്ച് പ്രാർത്ഥിക്കണം. ഉദര രോഗികൾ ഉദരത്തിൽ കൈവെക്കണം. ശ്വാസകോശ രോഗികൾ, നെഞ്ച് രോഗികൾ, ഹൃദയ രോഗികൾ ഹൃദയത്തിൽ കൈവെക്കണം. സ്പോണ്ടിലോസിസുകാർ, ടോൺസിറ്റ് തൈറോയ്ഡ് രോഗികൾ തൊണ്ടയിൽ കൈവെക്കണം. കൂടുതൽ രോഗങ്ങളുള്ളവർ കൈകളെ ശരീരം മുഴുവനും ഇതുപോലെ സ്വസ്തിക പോലെ പൊത്തി കർത്താവിന് വെക്കുക, കൈയേൽപ്പിക്കണം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഉള്ളങ്കാലം മുതൽ ഉച്ചവരെ കർത്താവേ, നിന്റെ വിശുദ്ധ രക്തം ഒഴുക്കണമേ. കർത്താവേ, ഉള്ളങ്കാലം മുതൽ ഉച്ചവരെ നിന്റെ വിശുദ്ധ രക്തം ഒഴുക്കണമേ. യേശുവേ, ക്യാൻസർ രോഗികളെ ഇപ്പോൾ സുഖപ്പെടുത്തണമേ. ഏറ്റവും വലിയ മരുന്നായ ഏറ്റവും വലിയ കീമയായ യേശുക്രിസ്തുവിന്റെ വിശുദ്ധ രക്തം ക്യാൻസർ രോഗികളുടെ മേൽ അവരുടെ സിരകളിൽ ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തില് ക്യാൻസർ രോഗികള്, മാറാ രോഗികള് യേശുവിന്റെ നാമത്തില്, കിഡ്നി രോഗികള് യേശുവിന്റെ നാമത്തില്, ഹൃദയ രോഗികള് യേശുവിന്റെ നാമത്തില്, ഹൃദയ രോഗികള് സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുഴുവനും ഇങ്ങനെ പാടുകൾ വരുന്നവരെ, നീര്, പൊട്ട്, കുരുക്കള്, ചൊറിച്ചില്, ചിരങ്ങ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ്. അലർജി രോഗികൾ, കർത്താവേ, അലർജി രോഗികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വെള്ളത്തിൻ്റെ അലർജി, പൊടിയുടെ അലർജി, ലോഹങ്ങളുടെ അലർജി, എല്ലാ അലർജി രോഗികളെയും യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ തിരുമുറിവ് വാർന്ന വലത് കരത്താൽ അവരെ സ്പർശിക്കണമേ. സ്രാവരോഗികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൂരങ്ങളിൽ നിന്നും ബ്ലഡ്, മുക്കസ്, അങ്ങനെ പോലെ ഓരോരു തന്നെ വെള്ളപ്പൊക്ക്, വ്യത്യസ്തങ്ങളായ സ്രാവരോഗങ്ങളെ മാതാവേ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോ കേൾപ്പിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ദൈവശക്തിയാൽ സ്രാവരോഗങ്ങളെ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കിഡ്നി രോഗികൾ നടുവിന് കൈവച്ച് പ്രാർത്ഥിക്കണം. നടുവിൻ്റെ കശേരികൾക്ക് നടക്കാൻ പാടില്ലാത്തവരുണ്ട്, അവരും നടുവ് കൈവച്ച് പ്രാർത്ഥിക്കണം. ഈ രോഗമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന വീട്ടിലുള്ള രോഗികൾക്ക് വേണ്ടി നിങ്ങൾ അവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കണം. ഞാനിതൊക്കെ പഠിച്ചത് ജനങ്ങൾക്ക് കർത്താവ് സാക്ഷ്യം നൽകുന്നത് കണ്ടിട്ടാണ്. എത്രയോ പേരാണെന്നറിയാവോ മക്കളില്ലാത്തവർക്ക് വേണ്ടി അവർ രാജ്യത്ത് പോലും ഇല്ല, അവരറിഞ്ഞിട്ട് കൂടിയില്ല, പക്ഷെ സ്വന്തം വയറ്റിൽ ഉടമ്പടി തൈലം പൂശിയും സ്വന്തം വയറിൽ സമർപ്പിച്ചൊക്കെ പ്രാർത്ഥിക്കുന്നവർ. നിങ്ങൾ യേശുവിൻ്റെ നാമത്തിലാണ് നിങ്ങളുടെ ശരീരത്തിൽ വിശ്വാസം പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ
അതിന് നാളും തരവും കാലവും സ്ഥലവും ഒന്നും ബാധകമല്ല. കാര്യം എന്താണ്? യേശു കാലാതീതനും സ്ഥലാതീതനുമാണ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ശരീരത്തിൽ മുഴകളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ക്യാൻസറിൻ്റെ മുഴയുണ്ട്, സിസ്റ്റുകളുണ്ട്, പലതരത്തിലുള്ള മുഴകളുള്ളവർ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഓൺലൈനിലുള്ളവർ പ്രാർത്ഥന ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ശരീരത്തിൽ മുഴകളുള്ളവരെ ഉച്ചി മുതലേ ഉള്ളംകാല് വരെ പേശികളിലെ കോശങ്ങളിലെ ഞരമ്പുകളിലെ മുഴകളുള്ളവരെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. രോഗങ്ങളെ യേശുനാമത്തിലെ സൗഖ്യമാകട്ടെ. സദയം തൊടേണേ സുഖമായിടേന്റെ ഉള്ളം വരേണേ സദയം തൊടേണേ സുഖമായിടേന്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. മക്കൾ ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ കർത്താവ് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഒരു ബാലനെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ, ഇവന് ഒരു 7 വയസ്സുണ്ടെന്ന് തോന്നണം. അങ്ങനെ കൊച്ചുമക്കളിലെ 7 വയസ്സ്, 6 വയസ്സ്, 5 വയസ്സ്, 9 വയസ്സ്, അവരുടെ കൂട്ടത്തിൽ ഓട്ടിസം ഉള്ളവരുണ്ടാകും, ഡൗൺ സിൻഡ്രോം ഉള്ളവരുണ്ടാകും, ചിലപ്പോൾ ഫിക്സ് ഉള്ളവരുണ്ടാകും. ഓട്ടിസവും ഡൗൺ സിൻഡ്രോം ഫിക്സും ഒക്കെ ഇവിടെ സുഖപ്പെട്ട സാക്ഷ്യങ്ങൾ നമ്മൾ യൂട്യൂബിലുണ്ട്. അപ്പം അമ്മ എല്ലായിടത്തും ഇടപെടും എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ എന്ത് വൈദ്യശാസ്ത്രം പറഞ്ഞാലും ഈ ദിവസങ്ങളിലൊക്കെ ഉള്ള സാക്ഷ്യങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ മനസ്സിലാകും. നിങ്ങളത് വിശ്വസിക്കുന്നത്, ആനുപാതികയുടെ വിശ്വാസം പ്രഖ്യാപിക്കുന്നത്, അത് പ്രയോഗവരക്കിരിക്കുമ്പോൾ നിങ്ങൾ സത്യസന്ധന്മാരായിട്ട് ദൈവത്തിന് തോന്നുന്നു. അതോടുകൂടി ദൈവം നിങ്ങളോട് വിശ്വസ്തത കാണിക്കുകയാണ്. അല്ലെങ്കിലും കാണിക്കുമെന്നല്ല, സമയത്തിൻ്റെ പ്രശ്നമാണ് അവിടെ കൈകാര്യം ചെയ്യുന്ന ഉടമ്പടി. ഉടമ്പടിയുടെ പ്രശ്നം സമയമാണ് കൈകാര്യം ചെയ്യുന്നത്. ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾ വിശ്വസ്തരായിരിക്കുമ്പോൾ ഞാൻ വിശ്വസ്തരായിരിക്കണമെന്ന് 2 തിമോത്തി 2:13 പറയും. പക്ഷേ എപ്പോഴെങ്കിലും നമുക്ക് കാര്യങ്ങൾ നടന്നാൽ പറ്റത്തില്ല. സമയം ബന്ധിതമാകണം. സമയത്തെ ചുരുക്കണത് എന്താണ്? നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രവർത്തനങ്ങളാണ്, പ്രാർത്ഥനയല്ല. അവൻ സമയമായില്ല എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അമ്മയോട് പറയും, മേരി സമയമാകില്ലെങ്കിലേ അവൻ പറയണത് നടപ്പിൽ വരുത്തിയാൽ മതി, അവൻ പറയണ പോലെ ചെയ്താൽ മതി, ആകാത്ത സമയമാകും. ഇപ്പം സമയത്തിൻ്റെ ചുരുക്കം തന്നെ എങ്ങനെയാണ്? പ്രവർത്തനങ്ങളിലാണ്. അമ്മയുടെ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമായ പരിശുദ്ധ അമ്മയിൽ നിന്നാണ് ഈ സമയച്ചുരുക്കത്തിൻ്റെ സുവിശേഷം ചിറക് വിരിക്കുന്നത്. കൈ ഇട്ടിച്ച് കർത്താൻ ചൊല്ലി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ജീവിത പങ്കാളികളെ കുറിച്ച് ആകുലപ്പെടുന്നവരെ കർത്താവ് മനസ്സിൽ ഓർപ്പിക്കുന്നുണ്ട്. മോസ്റ്റ് ആങ്ഷ്യസ് ജീവിതത്തിൻ്റെ ഒരു അട്രാക്ഷൻ, നമ്മളെ ആവശ്യമുള്ള ഒരു കാലം കഴിഞ്ഞു, ഇനി നിൽക്കട്ടെ, ചാകട്ടെ എന്നുള്ള മാനസികാവസ്ഥ കുടുംബത്തിൽ ജീവിത പങ്കാളിക്ക്, ഭർത്താവിന്, ഭാര്യയ്ക്ക് രൂപപ്പെട്ട് വന്നാൽ, കുറഞ്ഞ പക്ഷം മക്കൾക്ക് രൂപപ്പെട്ട് വന്നാൽ, നിങ്ങൾ കർത്താവിനോട് മറുപടി പറയണമെന്ന് ഞാൻ പറയാൻ കാരണം നിങ്ങൾ ചെയ്തത് ഉടമ്പടി ആയതുകൊണ്ടാണ്. വിവാഹമെന്ന ഉടമ്പടി. യു ഗോട്ട് ദ പോയിന്റ്? ടച്ച് മീ. അതായത് ചിലർക്ക് ഒരു കാലം കഴിയുമ്പോൾ ഒരു ഡോൺ കെയറാണ്. മക്കൾക്കുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മരിപ്പ് വീട്ടിൽ പോയി.
അപ്പോൾ മരിച്ച ആളിൻ്റെ പെങ്ങളുടെ മകൻ വന്ന് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ അമ്മയും കിടപ്പാണ്, മരിക്കുമ്പോൾ അച്ഛനെ അറിയിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇന്നലെ സംഭവിച്ച കാര്യമാണ്. ഞാനൊരു മരിപ്പ് വീട്ടിൽ പോയതാണ്. അപ്പോൾ അവിടെ നിന്ന് ആ മരിച്ചാളിൻ്റെ പെങ്ങളുടെ മകൻ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ അമ്മയും കിടപ്പാണ്, മരിക്കുമ്പോൾ അച്ഛനെ അറിയിക്കാമെന്ന്. എന്നാൽ അച്ഛൻ വരണമെന്ന് എന്നെ ബുക്ക് ചെയ്തവർ. എന്താ എൻ്റെ അടുത്ത് വെച്ചാൽ അവൻ ഇപ്പം തന്നെ മരിച്ചതായിട്ട് കണക്കാക്കിയിരിക്കണം അമ്മ. ദിസ് ഈസ് ഒരു കൂദാശ ചെയ്ത ബന്ധത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. നിങ്ങൾ ആരെയും എഴുതി തള്ളരുത്. എപ്പോഴെങ്കിലും മരിച്ചോളൂ എന്നാണ് അവർ പറയണത്. എപ്പോഴെങ്കിലും മരിച്ചോളും. മക്കൾ ചിലരങ്ങനെ കരുതലുണ്ട്, അപ്പൻ അമ്മ കിടപ്പാണ്, എപ്പോഴെങ്കിലും മരിച്ചോളൂ. അങ്ങനെ വന്നാൽ അത് കുദാശയോട് ഉള്ള ഒരു മറുതലിപ്പാണ്. കാര്യം നീ ജനിച്ചിരിക്കുന്നത് കുദാശയിലാണ്, അപ്പനും അമ്മയും ചെയ്ത കുദാശയിലാണ്. അതിനൊരു കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. അവരോട് പറഞ്ഞിരിക്കുന്നത് മക്കളെ സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ട്, മക്കളോട് പറഞ്ഞിരിക്കുന്നത് അവരെ ബഹുമാനിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ടൈം പറഞ്ഞിട്ടില്ല. അവർ ഈ ഭൂമി ഉള്ളിടത്തോളം കാലമെന്നാണ് എൻ്റെ അർത്ഥം. കുദാശ ഒരു ഉടമ്പടിയാണ്. അതല്ലേ ഈ അവസാനം പറഞ്ഞിരിക്കുന്നത്. ബൈബിള് തീരാൻ പോവുകയാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ എഴുതി തീരാൻ പോവുകയാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ പറഞ്ഞ് അന്ത്യകാലങ്ങൾ ശ്രദ്ധിക്കണം, ലാസ്റ്റ് ചാപ്റ്റർ ശ്രദ്ധിക്കണം. നിൻ്റെ ആദ്യ ചാപ്റ്ററൊക്കെ നല്ലതായിരുന്നു, പക്ഷേ ലാസ്റ്റ് ചാപ്റ്ററും കൺക്ലൂഷനും ശ്രദ്ധിക്കണം. അതാണ് ഇന്നത്തെ സന്ദേശം, ഏറ്റവും വലിയ വെളിപാടെന്ന് പറയുന്നത്. ലാസ്റ്റ് ചാപ്റ്റർ ശ്രദ്ധിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൻ്റെ ആയാലും അമ്മയുടെ ആയാലും മക്കളുടെ ആയാലും പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ ജോലി, എൻ്റെ വീട്, എൻ്റെ വിവാഹ ജീവിതം, എല്ലാത്തിൻ്റെയും അവസാനം വരെ അങ്ങയോടുള്ള വിശ്വസ്തത പരിപാലിച്ചു പോരുവാൻ അഭിഷേകം ചെയ്യണം. കരയേറ്റത്തിൻ്റെ പ്രാർത്ഥനകളാണ്. ജോലിയില്ലാത്തവരെ, വീടില്ലാത്തവർ, കടങ്ങളിൽ പ്രയാസപ്പെടുന്നവർ, പെട്ടുപോയിരിക്കുന്നവർ. ഞാനതാണ് എല്ലാ വിഷയവും എടുത്ത് അമ്മയെടുത്ത് കൊണ്ടുവരണത്. യാതൊരു ആശങ്കയും എനിക്കില്ല ഒന്നിനും. എനിക്ക് ആശങ്ക ഉള്ളത് നിങ്ങൾ കാണിക്കുന്ന കാര്യം. നിങ്ങളങ്ങനെ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. മനുഷ്യന് പ്രയാസമൊക്കെ വരുമ്പോഴേ ചിലപ്പോൾ പ്രാർത്ഥനയൊക്കെ വീണ് പോകത്തില്ലേ. എന്നാലും ഒന്ന് അവസാനം ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ ഞങ്ങൾക്ക് നിരാശ വരുമ്പോൾ, വീഴ്ചകൾ വരുമ്പോൾ, ഞങ്ങള് പതറിപ്പോകുമ്പോൾ, അവസാനം വരെ വിശ്വാസത്തിലെ, പ്രത്യാശയിലെ, പ്രാർത്ഥനയിലെ പിടിച്ചു നിൽക്കാനുള്ള പ്രത്യേക അഭിഷേകം, മരിയൻ അഭിഷേകം, അമ്മയ്ക്കുണ്ടായിരുന്ന അഭിഷേകം, കുരിശിന്റെ ചുവട്ടിൽ നിന്ന അഭിഷേകം എനിക്ക് നൽകണമേ, ഈ നിമിഷം നൽകണമേ. മക്കളില്ലാത്തവരെ അടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ഇത് മക്കളെ ജനിപ്പിക്കുന്ന ഒരു ധ്യാനകേന്ദ്രമാണ്. 24 കൊല്ലമായിട്ട് മക്കളില്ലാത്തവർ, 22 കൊല്ലമായിട്ട് 22 മക്കളില്ലാത്തവർ. പണ്ടിങ്ങനെ ഒന്നും സംഭവിക്കത്തില്ലായിരുന്നു. ഈ ഉടമ്പടി ദൈവം തരുന്ന മുമ്പ് വല്ലതും 5-6 കൊല്ലമായിട്ട് മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെയല്ല. ഇപ്പോഴിതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. എല്ലാ ആഴ്ചകളിലും തന്നെ അത്ര സാക്ഷ്യങ്ങളുണ്ട്. അത് കാരണം അമ്മ ഈ വിഷയം നിന്നെ കൈവിടത്തില്ല. നീ ഈ കാര്യത്തെ മടുത്തു, നീ അത് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തതെന്ന് വിചാരിക്കുക. നീ അടിവയറ്റി കൈവെക്കുക, യേശുവിൻ്റെ നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ എന്ന് പറയണം. നീ അടിവയറ്റി കൈവച്ചിട്ട് പറയണം, മകളെ യേശുവിൻ്റെ നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഒന്ന് പറഞ്ഞേ. യേശുവിൻ്റെ നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തിലെ എന്നിട്ട് പറഞ്ഞേ, യേശുവിൻ്റെ നാമത്തിലെ
അമ്മയുടെ മധ്യസ്ഥത്തില് എനിക്ക് കുഞ്ഞുങ്ങൾ ലഭിക്കട്ടെ, എനിക്ക് ജോലി ലഭിക്കട്ടെ, എൻ്റെ കടങ്ങൾ പരിഹരിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 പ്രാർത്ഥിക്കുന്നു. യേശുവേ കുഞ്ഞുങ്ങളെ നൽകിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഹല്ലേലൂയ സാക്ഷികളായി യേശുവേ ആരാധന പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവിതം ബ്ലോക്കായി പോയവരെ, ദാറ്റ് മീൻസ് വിവാഹം ഒത്തുവരാത്തവരെ, വീട് കെട്ടി പകുതിയായി നിന്ന് പോയവരെ, വീട് ഉറഞ്ഞു നിന്നിട്ട് ഒരിടത്തും വെക്കാൻ പറ്റാതിരിക്കുന്നവരെ, ഇങ്ങനെ വീട് സംബന്ധമായ എല്ലാ വിഷയങ്ങളും നമുക്ക് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. വാടക ഒറ്റയൊക്കെ താമസിക്കുന്നവരുണ്ട്, വഴിയില്ലാത്തവരെ, വഴി തരാത്തവരെ, തർക്കപ്പുരയിടത്തിൽ താമസിച്ചിട്ട് എപ്പോഴും വഴക്കുള്ളവരെ, അത് കേസാകുന്നവരെ, ആവശ്യമില്ലാതെ നമ്മൾ ആക്രമിച്ച വഴികൾ ഇല്ലാത്ത വഴി വെട്ടിയുണ്ടാക്കി സംഘം ചേർന്ന് ആക്രമിക്കുന്നവരെ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടി ശ്രദ്ധിക്കട്ടെ. ദൈവം ഇടപെടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, ചെവിക്ക് കേൾവിക്കുറവുള്ളവർ, മുട്ടിക്കൊഴിഞ്ഞു പോകുന്നവർ, ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലക്ക് ചിരി വരും. മനുഷ്യൻ്റെ അവസ്ഥകളാണ്. നിങ്ങൾക്ക് ഈ ഓരോ കാര്യം നിങ്ങൾക്ക് സംഭവിച്ചു കഴിയുമ്പോൾ ആർക്കും നിങ്ങൾ എന്തുമാത്രം ഇത് വേദനാജനകമാണെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ പറയാൻ പറ്റണതും പറയാൻ പറ്റാത്തതുമായ വിഷമതകൾ, മാനസികമായ ശാരീരികമായ, അവിടെ എല്ലാം കർത്താവ് ഇടപെടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഓരോ മക്കളുടെ വ്യക്തിപരമായും സ്വകാര്യവുമായിട്ടുള്ള എല്ലാ വേദനകളും ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ 36 വർഷം അർപ്പിച്ച കുർബാനയുടെ ശക്തിയാൽ കൃപാസമർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോഴ് അതൊരു സുവിശേഷ സാക്ഷ്യമാണ്. ഈ ആഴ്ച ഓപ്പറേഷനിലേക്ക് പോകാൻ പോകുന്നവരെ, ഈ ആഴ്ചയിൽ സിസേറിയനിലേക്ക് പോകാൻ പോകുന്നവരെ, ഈ ആഴ്ചയിൽ ക്യാൻസറിൻ്റെ ഓപ്പറേഷൻ, ഹൃദയത്തിൻ്റെ ഓപ്പറേഷൻ, കരളിൻ്റെ ഓപ്പറേഷൻ, ശരീരത്തിലെ ഏതെങ്കിലും ഭാഗങ്ങൾ ഓപ്പറേഷനിലേക്ക് പോകാൻ പോകുന്നവരെ സമർപ്പിക്കാൻ പോവുകയാണ്. ഇനി പോസ്റ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ കിടക്കുന്നവർ, അവരേറ്റവും കൂടുതൽ പ്രാർത്ഥന ആവശ്യമുള്ളവരാണ്. ഓപ്പറേഷൻ കഴിഞ്ഞു, പക്ഷേ ഇൻറ്റൻസീവ് കെയറിലാണ് അവർ ഡോക്ടർ പറയും ഒരു ഗ്രോത്ത് കാണുന്നില്ല, ഒരു പ്രോഗ്രസ് കാണുന്നില്ല എന്ന് പറയുന്ന രോഗികൾ. കൃപാസന അമ്മ ഉടമ്പടി മാതാവ് സഞ്ചാരി മാതാവാണ്. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, സഞ്ചാരി മാതാവേ, ഈ നിമിഷം, ഈ ആരാധന നിമിഷം, എപ്പോഴെല്ലാം ആരെല്ലാം എവിടെല്ലാം വെച്ച് ആരാധന കൂടുന്നു, അപ്പോഴെല്ലാം അവിടെ കൂടപ്പിറപ്പുകളുടെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് സഞ്ചരിച്ചെന്നുകൊണ്ട് അവരെ സ്പർശിക്കണമേ. അവിടെ വേദന രോഗങ്ങളെ, അവിടെ എല്ലാ വിഷമസന്ധികളെ ഏറ്റെടുക്കണമേ. സൗഖ്യം നൽകണമേ, വിടുതൽ നൽകണമേ. ആ ഉടമ്പടിയുടെ ആരാധനയിലാണ് നീ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. മുട്ടയിൽ നിന്ന് കൈകൾ കൊപ്പി സമാപന ആശീർവാദം സ്വീകരിക്കും. നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങള് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളെയും ഞങ്ങളെല്ലാം ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെല്ലാവരെയും ആനയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,